പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നിലെ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ്. പഹൽഗാമിൽ തന്നെ ഈ ഭീകരർ ഉണ്ടാകുമെന്നാണ് വിവിധ അന്വേഷണ ഏജൻസികളും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഒക്കെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പഹൽഗാമിലെ ഇന്നലെ ഭീകരാക്രമണം നടന്നതിന് തൊട്ടടുത്തുള്ള വനമേഖലയിൽ വലിയ തോതിലുള്ള തിരച്ചിൽ ഇന്ന് നടക്കുന്നുണ്ട്. സൈന്യം അതുപോലെ തന്നെ ജമ്മുകാശ്മീർ പോലീസ് എന്നിവരാണ് ഈ സംയുക്തമായി ഈ തിരച്ചിൽ നടത്തുന്നത്. ഇതിനിടെ NIA-യുടെ അന്വേഷണ സംഘം ഇന്ന് പഹൽഗാമിലെത്തിയിരുന്നു. ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കുന്നത് NIA ആണ്. ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി സുപ്രധാനമായ ചില വിവരങ്ങൾ ഈ NIA ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കുൽഗാമിലാണ് ഇന്നൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. കുൽഗാമിൽ നിലവിൽ അവിടെ ഈ ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ ഒളിച്ചിരിക്കുന്നതായാണ് സൈന്യത്തിന് ലഭിച്ചിട്ടുള്ള വിവരം. ആ പ്രദേശം മുഴുവനായി ഇപ്പോൾ സൈന്യം വളഞ്ഞിട്ടുണ്ട്. ഈ കമാൻഡറിന് പുറമെ മറ്റ് 2 പേർ കൂടി ആ പ്രദേശത്തുണ്ട് എന്നാണ് ഈ സൈന്യത്തിനും മറ്റും ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ശക്തമായ ഏറ്റുമുട്ടൽ ആ പ്രദേശത്ത് നടക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ജമ്മു കാശ്മീരിൽ ഇന്ന് ബന്ദായിരുന്നു. കാരണം ഇന്നലത്തെ ഭീകരാക്രമണത്തിന് അപലപിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിലെ എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും ആഹ്വാനം ചെയ്തിരുന്ന ബന്ദ് സമാധാനപൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നിരുന്നു. പക്ഷേ വാഹന ഗതാഗതത്തെ കാര്യമായി ബാധിച്ചിരുന്നില്ല. ഈ കശ്മീർ ജനത ഏറെക്കുറെ അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ ഈ ഇന്നലത്തെ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതും നമുക്ക് കാണാമായിരുന്നു. ഈ കശ്മീരിൽ നിലവിലുള്ള ഈ വിനോദസഞ്ചാരികളെ മറ്റും ഇവിടെ നിന്ന് പോകുന്നതിനുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വദേശത്ത് മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും കശ്മീരിലേക്ക് കൂടുതൽ ഈ വിനോദസഞ്ചാരികൾ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ ഈ വിനോദസഞ്ചാരികളുടെ എണ്ണം ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് കുറവായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വിനോദസഞ്ചാരികളൊക്കെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. നാളെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കശ്മീരിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും, അതായത് നിയമസഭയിൽ അംഗത്വമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ സർവകക്ഷി യോഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കശ്മീർ ജനത ഒറ്റക്കെട്ടായി ഈ ഭീകരവാദ പ്രവർത്തനത്തെ തള്ളിപ്പറയുകയാണ്. ഭീകരർക്കെതിരെ ശക്തമായ നിലപാടുമായി അവർ രംഗത്തെത്തുകയാണ്.